അൽ-ഖ്വയ്ദ, ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനകൾ തഴഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിൽ പങ്കാളികളായ ജിഹാദി ഡോക്ടർമാർക്ക് ഭീകര പ്രവർത്തനം നടത്താൻ സ്വന്തം സംഘടന. അൻസാർ എന്ന പേരിലുള്ള സംഘടന 2023 ഹരിയാനയിലെ സോന നൂഹ് മേഖലകളിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് വളം ശേഖരിച്ചു. ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഫരീദാബാദിലെ രാസവസ്തു കടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾക്ക് ആവശ്യമായ പൊട്ടാസ്യം നൈട്രേറ്റ് വാങ്ങി. ഉമർ ഓൺലൈൻ വീഡിയോകൾ വഴി IED നിർമ്മാണം പഠിക്കുകയും TATP ട്രൈ അസിറ്റോൺ ട്രൈ പെട്രോക്സൈഡ് പോലുള്ള അപകടകരമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ദില്ലി ചെങ്കോട്ടയിൽ ചാവേർ സ്ഫോടനം നടത്തിയ ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ ഉമർ നബിയും കൂട്ടാളികളും പുതിയ ഭീകര സംഘടന ഉണ്ടാക്കിയതായി അന്വേഷണ സംഘം. 2016-ലും 2018-ലും അൽ-ഖ്വയ്ദ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിൽ ചേരാൻ ശ്രമിച്ച് നടക്കാതെ പോയതിന് പിന്നാലെയാണ് 2022-ൽ ഇവർ ശ്രീനഗറിൽ കൂടിച്ചേർന്ന് അൻസാർ എന്ന പുതിയ സംഘടന ഉണ്ടാക്കിയത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ചാവേർ ഉമർ നബി, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, സഹോദരൻ മുസഫർ റാത്തർ, മൗലവി ഇർഫാൻ അമീർ, തുഫൈൽ ഗസ്നി എന്നിവരാണ് യോഗം ചേർന്നത്. പുതിയ സംഘടനയുടെ തലവനായി ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറെ നിയമിച്ചു. മൗലവി ഇർഫാൻ ഉപനേതാവും മുഹമ്മദ് ഷക്കീൽ ട്രഷററും ഉമർ നബി കോർഡിനേറ്ററുമായി. തങ്ങളുമായി ബന്ധമുള്ളവർ വഴി ഭീകര സംഘടനകളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതായതോടെയാണ് സ്വന്തം സംഘടന എന്ന തലത്തിലേക്ക് നീങ്ങിയതെന്ന് അറസ്റ്റിലായ ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിരുന്നു. നവംബർ 15-നുണ്ടായ സ്ഫോടനത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി ചാവേർ സ്ഫോടനത്തിന് മറ്റൊരാളെയും സംഘത്തിൽ ചേർക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ കൃഷിക്കാരായ കുടുംബത്തെ വിളവെടുപ്പിൽ സഹായിക്കാനുണ്ട് എന്ന കാരണത്താൽ അയാൾ പിന്മാറുകയായിരുന്നു. ഉമർ സഞ്ചരിച്ചിരുന്ന വാഹനം നവംബർ 10-നാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത്. അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു ചാവേർ ആക്രമണ പദ്ധതിയും ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് വെളിപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയായ യാസിൻ അഹമ്മദ് ധറിനെ കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉമറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ദൌത്യത്തിൽ നിന്നും ധർ പിന്മാറിയത്. കഴിഞ്ഞ വർഷം കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത ജാസിർ എന്ന ആളെയും ഉമർ നബി ചാവേർ ദൌത്യവുമായി സമീപിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. എന്നാൽ ഡാനിഷും പിന്മാറി. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഭീകര സംഘം രാജ്യാന്തര കോഫി ഷോപ്പ് ശൃംഖലയും ലക്ഷ്യമിട്ടു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജൂത വ്യവസായി സ്ഥാപിച്ച കോഫി ഷോപ്പ് ശൃംഖലയുടെ ഡൽഹിയിലെയും മറ്റു നഗരങ്ങളിലെയും ശാഖകളെ ലക്ഷ്യമിട്ടു എന്നാണ് വിവരം. ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക ആക്രമണങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഇക്കാര്യത്തിൽ ഭീകരർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായും പിടിയിലായവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ന്യൂസ് ഡെസ്ക് കർമാൻസ്.